5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സാധാരണയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഇത് വേറെയാണ് പാർട്ടി, നിങ്ങൾക്കറിയില്ല മക്കളെ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചും പറയേണ്ടി വരുന്നു. കോൺഗ്രസിനെ കുറിച്ചും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയില്ല ചങ്ങാതിമാരെ, ഇത് വേറെയാണ് ലെവൽ എന്ന് പറയേണ്ടി വരുന്നു. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു അപ്പർ ഹാൻഡ്, ഒരു എഡ്ജ് കാണുന്നത് നമുക്ക്, നമ്മുടെ നല്ല എഡ്ജാണ്, ചെറിയ എഡ്ജല്ല, അത് കാണുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറേ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് രംഗത്തിറങ്ങി. അതിനിടയിലാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നു, ഒരു സീരിയസ് ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ഉപതെരഞ്ഞെടുപ്പുകളിൽ, അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കോട്ടയം ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വി.ഡി. സതീശനാണ് മുന്നിൽ നിൽക്കുകയും ഞാൻ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും, ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റും ഞാൻ ഏറ്റെടുക്കുന്നു അതേ പറഞ്ഞില്ല, തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വരികൾക്കിടയിലുള്ളതിൻ്റെ അർത്ഥം ജയിച്ചാൽ എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്നേക്കണേ എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിക്കും ജയിച്ചാൽ താങ്കൾക്ക് അടക്കമല്ല, ഒരു ടീമിനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ചാടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴാണോ, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് തന്നെയാണ്, ജയിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹം ക്യാപ്റ്റനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ബാനറുകളും ഫ്ലെക്സുകളും ബോർഡുകളും പ്ലക്കാർഡുകളുമായിട്ട് കോൺഗ്രസ്സുകാരുടെ ആവേശോജ്വലമായ സ്വീകരണം നടന്നു. പക്ഷേ അപ്പോൾ സതീശൻ പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്കറിയില്ല, കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനം എനിക്കല്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ നമുക്കറിയില്ല. പക്ഷേ അത് നടന്നു, കാര്യം നടന്നു. അപ്പോൾ എന്തായാലും ഒരു സതീശനിസം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിണറായിസം ഉണ്ട് എന്ന് പറയും, മോദിസം ഉണ്ട്, നമ്മുടെ രാജ്യത്ത് മോദിസം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. മോദിയാണ് ക്യാപ്റ്റൻ, പിണറായി ആണ് അടുത്ത ക്യാപ്റ്റൻ, പിണറായിസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സതീശനിസം ഉണ്ടോ എന്നൊരു കാര്യം. ഇതുവരെ കേരളത്തിൽ ലീഡർ ഉണ്ടായിരുന്ന കാലത്ത് കെ കരുണാകരൻ ലീഡറായിട്ട് അംഗീകരിച്ച് ലീഡറാണ്. അടുത്ത എ കെ ആൻ്റണിയായിരുന്നു നേതാവാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിയാണ് നേതാവാണ്. അപ്പോഴൊന്നും ഒരു ഇസമില്ല, പിണറായിസം പോലെ ഉമ്മൻചാണ്ടിയിസം, ആൻ്റണിയിസം അതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ വേർഡ് കോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. പൂമരങ്ങളുടെ കാലമല്ലേ, സാഹിത്യ പൂമരന്മാർ ഇറങ്ങി നടക്കുന്ന കാലമല്ലേ. ഒരാൾ ഒരു വരി എഴുതിയാൽ സാഹിത്യകാരനാവാം, ഒരു വാക്ക് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ആവാം, എന്തും ആകാൻ പറ്റുന്നൊരു കാലമാണ്. പൂമരന്മാരുടെ കാലത്ത് പുതിയൊരു പൂമര കാഴ്ച കാണുകയാണ്. എന്താണ് ആ കാഴ്ച? സതീശനിസം. പുതിയൊരു വാക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡിക്ഷണറിയിലേക്ക് കൊടുക്കാൻ പറ്റിയ പുതിയ വാക്കാണ് സതീശനിസം. ആർക്കും പറയാവുന്നതാണ്. ശശി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുള്ള ആൾ, അവൻ ശശിയായി, പിന്നെ സൂസിയായി എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് സതീശനിസം. നമ്മുടെ രമേശ് ചെന്നിത്തല അവർ പറഞ്ഞു സതീശനിസം എന്ന് പറഞ്ഞ ഇസമില്ല, കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു ഇസമില്ല. ഞാൻ ഉമ്മൻചാണ്ടിയോടൊപ്പം നേരത്തെ പ്രവർത്തിച്ചിരുന്നതാണ്, തോറ്റപ്പോഴും ജയിച്ചപ്പോഴും ഞങ്ങൾ പരസ്പരം തോളോട് തോൾ ചേർന്ന് നിന്നാണ് ചെയ്തത്, അങ്ങനെ ഒരു ഇസമില്ല. മുരളീധരൻ ഉടനെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും മുരളീരവത്തിൽ നിന്നൊരു ഒരു പരിപാടി വരും. അത് വന്നില്ലെങ്കിൽ പിന്നെ ഇതിനകത്തൊരു പുട്ടിനെ തേങ്ങ ഇടുന്ന പോലെ ശർക്കരയ്ക്ക് എന്താ പറയുക, ശർക്കര മറ്റേ ഇതുണ്ടല്ലോ, കൊഴുക്കട്ടയിൽ ശർക്കര, മധുരമുള്ള കൊഴുക്കട്ടയിൽ ശർക്കര ഇല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയും വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ അദ്ദേഹം ഉടൻ വരും. മുരളീധരവത്തിൽ നിന്നുള്ള അടുത്ത മുരളീഗീതം വന്നു, അദ്ദേഹവും പറഞ്ഞു അങ്ങനെ ഒരു ഇസമൊന്നും ഇവിടെ ഇല്ല. ഒരു കാര്യം വളരെ പ്രധാനമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കഷ്ടകാലത്തിന് അൻവറോ അല്ലെങ്കിൽ സ്വരാജോ, തിരിച്ച് സ്വരാജോ അൻവറോ എങ്ങനെയാവട്ടെ ജയിച്ചാൽ 2000 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ കണക്കൂട്ട്. പക്ഷേ അതിൽ 1500 വോട്ട് മറിഞ്ഞാൽ, 1050 വോട്ട് മറിഞ്ഞാൽ കഥ പോയി, സ്വരാജിൻ്റെ കഥ പോയി. പക്ഷേ അതേസമയം തോറ്റാൽ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ, ആര്യാടൻ ഷൗക്കത്തല്ല തോക്കുന്നത്, VS ജോയി നന്നായി ചിരിക്കും, അതുപോലെ കെ സുധാകരൻ ചിരിക്കും, രമേശ് ചെന്നിത്തല ചിരിക്കും, പിന്നെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ചിരിക്കും, KC വേണുഗോപാൽ, സണ്ണി ജോസഫും ചിരിക്കും, ഒരുപാട് പേര് ചിരിക്കും, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചിലപ്പോൾ ചിരിക്കും. അത് ചിലപ്പോഴേ പറ്റുള്ളൂ, കാരണം ഈ ശ്രേണിയിൽ താഴെയാണ്. എല്ലാവരും ചിരിക്കും. എടോ സതീശ, താങ്കൾ അങ്ങനെ ഇപ്പോൾ സതീശനിസം കൊണ്ടുവന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ആവണ്ട, നമ്മളൊന്ന് വലിക്കും അല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടുവരാൻ ഈ സതീശനിസം പരിപാടിയിലുണ്ട്. അതുകൊണ്ട് സതീശൻ ജാഗ്രത, വി.ഡി. സതീശൻ ജാഗ്രത. താങ്കൾ ഇങ്ങനെ വളർന്നു വന്നാൽ താങ്കളെ താഴെ ഇട്ടുകളയും. നമ്മുടെ ഉമ്മൻചാണ്ടി വിദേശത്ത് പോയി റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ് തോന്നുന്നു, ഒരു വലിയ അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ ഒരു വലിയ അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ മികച്ചു നിന്ന സമയത്താണ് അദ്ദേഹത്തിന് അടപടലം വെട്ടിയത്. വേറെ ആരുമല്ല വെട്ടിയത്, കോൺഗ്രസ്സുകാർ തന്നെയാണ് വെട്ടിയത്. മറ്റ് വെളിയിൽ നിന്ന് ആരും വെട്ടിയില്ല. അപ്പോൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു. മറ്റ് പലരുടെയും ഫ്ലെക്സ്, ബോർഡ്, പരിപാടികൾ, മറ്റ് പല നേതാക്കളും ഓടി നടന്ന് പരിപാടി നടത്തുന്നു, എല്ലാം നടന്നു. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അടപടലം വെട്ടി. അതുപോലെ വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടത്, താങ്കൾ
ഇങ്ങനെ കൊട്ടേഷൻ പോലെ മൊത്തം എടുക്കേണ്ട കാര്യമില്ല. താങ്കൾ പറയുകയാണെങ്കിൽ തോറ്റാൽ ഞാനാണ്, അങ്ങനെ പറയണ്ട. തോറ്റാലും പാർട്ടി, ജയിച്ചാലും പാർട്ടി. ഞാൻ ലീഡർഷിപ്പ് കൊടുക്കുന്നു. ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കേരളമാണ് സ്ഥലം, കയറ്റിയതുപോലെ തന്നെ ഉദകക്രിയ ചെയ്തവൻ തന്നെ ഉദരക്രിയയും ചെയ്യുമെന്ന് പറയുന്ന നാടാണ്. കയറ്റുന്നവൻ തന്നെ വലിച്ചിറക്കും. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല ചങ്ങാതി.